ഹായ് ദോസ്തോ, ആപ് കൈസേ ഹേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് സുഖമാണോ എന്ന്. ആപ്പ് കൈസേ ഹേ, നിങ്ങൾക്ക് സുഖമാണോ എന്ന്. ആ, സുഖമാണല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ എന്താ പഠിച്ചത്? അതെ, അബ്ബ ആയേ എന്നുള്ള പാഠഭാഗമാണ് പഠിച്ചത് അല്ലേ. അതൊരു ഒരു നസ്മായിരുന്നു, ഒരു പദ്യമായിരുന്നു അല്ലേ. എല്ലാവർക്കും ഇഷ്ടമായല്ലോ. നമ്മൾ ക്ലാസ്സുകളിലും വീടുകളിലും ഒക്കെ അത് ചൊല്ലിക്കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അടുത്ത പാഠഭാഗമാണ് നമ്മുടേത്. എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതാരാ? ഈ കുട്ടീനെ ഓർമ്മയുണ്ടോ? ആ, ഓർമ്മയുണ്ട് അല്ലേ. എന്താ പേര്? നൂരി. യഹേ നൂരി. നമ്മൾ നൂരിയുടെ അബ്ബ ആം കൊണ്ടുവന്ന സമയത്ത് നൂരിയുടെ ബായും ഒക്കെ അല്ലേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലേ? നൂരിയും നൂരിയുടെ അമ്മിയും അബ്ബയും ദാദയും ഒക്കെ ഒരുമിച്ചിരുന്ന് അവർ ആമൊക്കെ മുറിച്ച് കഴിച്ചു അല്ലേ. അപ്പോൾ അവൾ ആ പാടിയ പാട്ടാണ് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ പഠിച്ചത്. ഓർമ്മയില്ലേ? അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ നൂരി അല്ലേ. അപ്പം നൂരിയാണ് നമ്മുടെ ഈ പാഠത്തിലെയും കഥാപാത്രം എന്ന് മനസ്സിലായി അല്ലേ. അപ്പം എന്താണ് നോക്കാം അല്ലേ. യേ നൂരി ഹേ, യേ നൂരി കാ ഘർ ഹേ അല്ലേ. നമുക്കറിയാം അത് നൂരിയുടെ വീടാണ്, ഇത് നൂരിയാണ്. നൂരി ക്യാ കർത്തി ഹേ? നൂരി എന്താ ചെയ്യുന്നത്? നൂരി കളിക്കുകയാണ്. നൂരി കളിക്കുന്നു ഹേ അല്ലേ. നൂരി കളിക്കുന്നു. ഓക്കെ. നൂരി ആരുടെ കൂടെ കളിക്കുന്നു? നൂരി നമ്മുടെ ബില്ലിയുടെ കൂടെയാണ് കളിക്കുന്നത് അല്ലേ. അപ്പം നൂരി കളിക്കുന്നു, നൂരി ബില്ലിയുടെ കൂടെ കളിക്കുന്നു. ये कौन है? ये नूरी की അമ്മി ഹേ. ये നൂരി की അമ്മി ഹേ. അപ്പോൾ നമ്മുടെ നൂരിയും നൂരിയുടെ ബില്ലിയും വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ആരാണ് അടുത്തേക്ക് വരുന്നത്? നൂരിയുടെ അമ്മ. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം അല്ലേ. നൂരി ആംഗൺ മേ ഹേ, വോ ബില്ലി കെ സാത്ത് കേൽത്തി ഹേ, അമ്മി ഉസ്കെ പാസ് ആയേ അല്ലേ. എന്താ പറഞ്ഞത്? നൂരി ആങ്കണിലാണ്. നൂരി ആങ്കണിലാണ്. നൂരി എവിടെയാണ്? അതെ, മുറ്റം. അപ്പോൾ മുറ്റത്തെ പറയുന്ന പേരാണ് ആങ്കൺ. നൂരി ആങ്കണിലാണ്. വോ ബില്ലി കെ സാത്ത് കേൽത്തി ഹേ. അവളല്ലേ, അവൾ എന്ത് ചെയ്യാണ്? ബില്ലിയുടെ കൂടെ കേൽത്തി ഹേ, ബില്ലിയുടെ കൂടെ കേൽത്തി ഹേ, കളിക്കുന്നു. അമ്മി ഉസ്കെ പാസ് ആയേ, അമ്മി അവളുടെ അടുത്തേക്ക് വന്നു. ഓക്കെ, അടുത്തത് നോക്കാം. അപ്പോൾ അമ്മ നൂരിക്ക് പാസ് ആയേ അല്ലേ. അമ്മി നൂരിക്ക് പാസ് ആയേ. എന്നിട്ട് എന്താ ചെയ്തത്? അതെ, നൂരിയുടെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? എന്താ നോക്കൂ, കൈ ദൂരേക്ക് ചൂണ്ടിക്കൊണ്ട് അല്ലേ, ആരെയോ ചൂണ്ടിക്കൊണ്ട് എന്തോ പറയുന്നുണ്ട്. നൂരിയുടെ തലയിലും തോണ്ടുന്നുണ്ട് അല്ലേ. നൂരിയുടെ തലയിൽ ഇങ്ങനെ തൊട്ടിട്ട് എവിടേക്കോ കൈ നീട്ടിക്കൊണ്ട് ഇങ്ങനെ എന്തോ പറയുന്നുണ്ട്. എന്താ പറയുന്നത് നോക്കൂ. ദേഖോ ബേട്ടി വോ കോൻ ആ രഹേ ഹേ അല്ലേ. ദേഖോ ബേട്ടി, നോക്കൂ ബേട്ടി. ബേട്ടി ആരാ? മോള് അല്ലേ, മോളാണ്. നോക്കൂ മോളെ. വോ കോൻ ആ രഹേ ഹേ, അതാരാ വരുന്നത്? അപ്പോൾ ആരോ നൂരിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ. ആരായിരിക്കും ഇത്? നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ആരായിരിക്കും വരുന്നുണ്ടാവുക? നൂരിയുടെ അബ്ബയാണോ? അല്ല അല്ലേ, നൂരിയുടെ അബ്ബ നേരത്തെ തന്നെ ആമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആരായിരിക്കും? നൂരിയുടെ ആരായിരിക്കും? ഒന്നില്ലെങ്കിൽ നൂരിയുടെ മാമനായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ നൂരിയുടെ ഇളയച്ചനായിരിക്കാം. ഇളയച്ചൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയനായിരിക്കും അല്ലേ. ആരെങ്കിലും ആയിരിക്കും അല്ലേ. നമുക്ക് ആരാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലേക്ക് ഇതുപോലെ ആരെങ്കിലും വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ അവരോട് എന്താ ചോദിക്കുക? കയ്യിൽ എന്താണെന്നാണോ ചോദിക്കുക? ചിലവർ അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ. കയ്യിൽ എന്താണ് എന്നായിരിക്കും ചോദിക്കുക. കാരണം കയ്യിലൊരു പൊതിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് എന്തോ കൊണ്ടുവരികയാണെന്ന്. അങ്ങനെയാണോ നമ്മൾ ചെയ്യുക? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണോ? അല്ല അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് അത് നമ്മൾ പഠിക്കണ്ടേ.
നമ്മൾ ഉറുദു പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളോട് നമ്മൾ വിശേഷങ്ങളൊക്കെ ചോദിക്കും അല്ലേ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് സംസാരിക്കുക എന്നൊക്കെ ഉറുദുവിൽ അറിയുകയും കൂടി വേണമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ പാഠഭാഗം. ഈ നമ്മളിപ്പോൾ പഠിക്കുന്ന പാഠഭാഗം അതാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ അവരോട് എന്ത് പറയണം, എങ്ങനെ പെരുമാറണം, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും ഉറുദുവിൽ സംസാരിക്കുക, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു സംഭാഷണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം. നോക്കൂ, ഇപ്പോൾ നമ്മുടെ നൂരിയുടെ വീട്ടിലേക്ക് വന്ന ആൾ വീട്ടിൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട് അല്ലേ. അതെ, അവർ തമ്മിൽ സംസാരിക്കുകയാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പാഠഭാഗത്തിൻ്റെ പേരെന്താണെന്ന് നോക്കിയാലോ, ഹെഡിങ് എന്താണെന്ന് നോക്കിയാലോ. ആപ്പ് കൈസേ ഹേ, ആപ്പ് കൈസേ ഹേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു അല്ലേ, ആപ്പ് കൈസേ ഹേ എന്ന് തുടക്കത്തിൽ ചോദിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? ഹൗ ആർ യു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരും എന്താണ്? ആപ്പ് കൈസേ ഹേ അല്ലേ, അതാണ്. നോക്കൂ, അപ്പോൾ നൂരിയുടെ വീട്ടിലേക്ക് നൂരിയുടെ ചാച്ചയാണ് വന്നത്. ആരാ വന്നത്? ചാച്ച. ചാച്ച എന്ന് പറഞ്ഞാൽ നൂരിയുടെ അബ്ബയുടെ അനിയൻ. നൂരിയുടെ അബ്ബയുടെ അനിയനാണ് ആര്? ചാച്ച. നോക്കൂ, നമ്മുടെ വീട്ടിലും ചാച്ചയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും അല്ലേ. അതേപോലെ നോക്കൂ, ചാച്ചാക്കോ ദേഖ് കർ നൂരി ബഹുത്ത് ഖുഷ് ഹുയി. ചാച്ചാക്കോ ദേഖ് കർ അല്ലേ, ചാച്ചനെ കണ്ടിട്ട് നൂരി വളരെയധികം സന്തോഷിച്ചു. എന്നിട്ടോ, ആദാബ് ചാച്ച ആപ്പ് കൈസേ ഹേ അല്ലേ, എന്താ ചോദിച്ചേ? ആദാബ് ചാച്ച ആപ്പ് കൈസേ ഹേ അല്ലേ. ചാച്ച ആദാബ്, താങ്കൾക്ക് സുഖമാണോ, അല്ലെങ്കിൽ ഹൗ ആർ യു അല്ലേ. അപ്പോൾ ചാച്ച പറയാണ്, ആദാബ് ബേട്ടി മേൻ ടീക്കൊഹും അല്ലേ. ആദാബ് മോളെ, മേൻ ടീക്കൊഹും, ഐ ആം ഫൈൻ, അല്ലെങ്കിൽ എനിക്ക് സുഖമാണ്. ഇനി ആപ്പ് കൈസി ഹേ അല്ലേ, ചാച്ച എന്താ ചോദിക്കുന്നത്? ആപ്പ് കൈസി ഹേ, നിനക്ക് സുഖമാണോ അല്ലേ, നിനക്ക് സുഖമാണോ. അപ്പോൾ പറയുന്നുണ്ട്, മേം ബി ടീക്കുഹും ചാച്ച അല്ലേ, എനിക്കും സുഖം തന്നെയാണ് ചാച്ച. നോക്കൂ, പിന്നീട് ചാച്ച പറയുകയാണ്, ചാച്ചയുടെ കയ്യിലുള്ള ആ ഒരു പൊതി അവൾക്ക് നേരെ നീട്ടിയിട്ട് പറയുകയാണ്, യേ ലീജിയേ ബേട്ടി, യേ ലീജിയേ ബേട്ടി, ഇത് വാങ്ങിയാലും മോളെ. അപ്പോൾ നൂരി പറയുകയാണ്, നൂരി ചോദിക്കുന്നു, യേ ക്യാ ഹേ ചാച്ച അല്ലേ. അവൾ ചോദിക്കുകയാണ്, യേ ക്യാ ഹേ ചാച്ച, എന്താ അർത്ഥം? അതെ, ഇത് എന്താണ് ചാച്ച അല്ലേ, ഇത് എന്താണ് ചാച്ച. അപ്പം എന്തായിരിക്കും? എന്തോ ആണ് അല്ലേ. അപ്പോൾ ചാച്ച പറയുകയാണ്, മിഠായി ഹേ ബേട്ടി, എന്താണിത്? മിഠായി ആണ് മോളെ. അത് കേട്ട നൂരി പറയുന്നു, മിഠായി, ശുക്രിയ ചാച്ച അല്ലേ, മിഠായി ആണോ, താങ്ക് യു ചാച്ച അല്ലേ. അപ്പോൾ നമ്മുടെ ചാച്ച വന്ന് നമ്മുടെ നൂരിക്ക് മിഠായിയൊക്കെ കൊടുത്തു അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ സംഭാഷണം നന്നായി വായിക്കണം, അതുപോലെ തന്നെ ടീച്ചർക്കൊക്കെ വായിച്ച് കേൾപ്പിച്ച് കൊടുക്കണം. ഇതിലെ വാക്കുകളൊക്കെ പഠിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് അല്ലേ. നോക്കൂ, നമ്മുടെ നൂരിയുടെ വീട്ടിലേക്ക് ചാച്ച അതിഥിയായി വരികയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നൂരി ആദ്യം പോയതും അവരുടെ കയ്യിലുള്ള ആ ഒരു പൊതി കണ്ടിട്ട്, ഇതെന്താ, എനിക്ക് തരുമോ, അങ്ങനെയാണോ ചോദിച്ചത്? അല്ല അല്ലേ. ആദ്യം പോയതിന് ശേഷം ആദാബ് പറയുന്നുണ്ട് അല്ലേ. അതിപ്പോൾ നമ്മൾ ആദാബ് എന്നായിരിക്കില്ല പറയാം, നമ്മൾ ചിലപ്പോൾ ചിലർ ഗുഡ് മോർണിംഗ് ആയിരിക്കാം പറയാം അല്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും എന്നായിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമസ്കാരം എന്നായിരിക്കും പറയുക. അപ്പോൾ ആര് നമ്മുടെ വീട്ടിലേക്ക് വന്നാലും നമ്മൾ ആദ്യം അവരെ സ്നേഹത്തോടുകൂടെ എന്ത് ചെയ്യണം? നല്ല ഉപചാര വാക്കുകളൊക്കെ പറഞ്ഞ് സ്വാഗതം ചെയ്യണം. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യണം? അവരോട് വിശേഷങ്ങൾ ചോദിക്കണം. നമ്മുടെ നൂരി ചോദിച്ചല്ലോ അല്ലേ, ആപ്പ് കൈസേ ഹേ, താങ്കൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചതുപോലെ
വിശേഷങ്ങൾ ചോദിക്കണം. മനസ്സിലായോ? അടുത്തതോ അതിന് ശേഷം അവർ തരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ ഉപഹാരമോ ഒക്കെ തരുന്ന സമയത്ത് നമ്മൾ അതിന് താങ്ക് യു അല്ലെങ്കിൽ താങ്ക്സും കൂടെ പറയണം. എങ്കിലാണ് നമ്മൾ നല്ല കുട്ടികളാവുകയുള്ളൂ. എങ്കിലാണ് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് മനസ്സ് നിറയുള്ളൂ. ഓക്കെ, അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി മുതൽ എല്ലാവരും നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിയെ നല്ല രീതിയിൽ സൽക്കരിക്കുമല്ലോ. അപ്പോൾ ശുക്രിയ.